ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഐവിൽ നോക്കിയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് തീയെ കുക്ക് ചെയ്യുന്നതിന് സഹായിക്കാനായിട്ട് നോയ് പോകുന്നത് വരെയാണ്. അപ്പോൾ രാത്രി ഇവർ കുക്ക് ചെയ്ത ഫുഡൊക്കെ എല്ലാവരും കഴിക്കുകയാണ്. അപ്പോൾ ഒരു പെണ്ണാണെങ്കിൽ പെട്ടെന്ന് ആ ഫുഡ് കഴിച്ചിട്ട് തുപ്പുന്നുണ്ട്. അത് കണ്ടുടനെ ഓം പറയാണ് ആ പെണ്ണ് എന്തായാലും ഇപ്പോൾ കഴിച്ചത് നോയ് ഉണ്ടാക്കിയ ഫുഡാണെന്ന്. ഓം പറയുന്നത് കേട്ടിട്ട് തീ ചോദിക്കുകയാണ് അതിന് നോയ് ഉണ്ടാക്കിയ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന്. നോയിൻ്റെ ഫുഡ് കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് നോയ് ആണെങ്കിൽ ചിരിക്കുന്നുണ്ട്. പക്ഷെ ഓം അവനോട് ചോദിക്കുകയാണ് എടാ തീ നിന്റെ നാക്കിന് വല്ല കുഴപ്പമുണ്ടോ എന്ന്. ഇവർ സംസാരിച്ചതിനൊക്കെ ശേഷം ടോങ് അവനോട് പറയുകയാണ് നിനക്ക് ഈ ഫുഡ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഫുഡ് നീ തന്നെ കഴിച്ചോ എന്ന്. തീയാണെങ്കിൽ അത് കേട്ടുടനെ അവരെല്ലാവരും ഫുഡും ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട്. അത് നല്ല ആസ്വദിച്ചാണ് കഴിക്കുന്നത്. നോയ്ക്കാണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അടുത്ത സീനിൽ ക്യാമ്പ് ആക്ടിവിറ്റികളെല്ലാം ചെയ്യാനായിട്ട് ടീം തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ടോങ് ഒരു ബോക്സിൽ കുറച്ച് നമ്പേഴ്സൊക്കെ എഴുതി കൊണ്ടുവന്നേക്കാണ്. അതിൽ ഏത് നമ്പറാണോ കിട്ടുന്നത് ആ എടുക്കുന്ന ആൾ ആ ടീമിലായിരിക്കും. അപ്പോൾ തീ ചെന്നെടുക്കുമ്പോഴത്തേക്ക് അവന് കിട്ടുന്നത് ഒന്നാമത്തെ ടീമാണ്. അതിനുശേഷം എല്ലാവരും നമ്പേഴ്സൊക്കെ എടുക്കുന്നുണ്ട്. അവസാനം എടുക്കാൻ വരുന്നത് നോയാണ്. നോയ് നമ്പർ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അവന് അതിൽ നിന്ന് നമ്പർ കിട്ടുന്നില്ല. കാരണം ആ ബോക്സിൽ ഒരു നോട്ട് പോലും ഇല്ലായിരുന്നു അവസാനം. അങ്ങനെ ടോങ് പറയുന്നു ശരി എന്നാൽ നമുക്ക് പുതിയൊരു ഗ്രൂപ്പും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ടോങ് പറയുന്നത് കേട്ടിട്ട് നോയ് പറയുന്നു അതൊന്നും വേണ്ട, ഞാൻ ഒന്നാമത്തെ ടീമിൽ ചേർന്നോളാന്ന്. അപ്പോൾ അവൻ പറയുന്നു അത് ശരിയാവില്ല, നമുക്ക് പുതിയൊരു ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാം, നിൻ്റെ കൂടെയുള്ള എല്ലാവരെയും വെച്ച് ക്രിയേറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ അവൻ അഞ്ചാമത്തെ ടീമായിട്ട് ഒരു ടീം കൊടുക്കുന്നു. അതിനുശേഷം അവർ ഉറങ്ങാൻ പോകുന്നതാണ് കാണിക്കുന്നത്. ആ സമയത്ത് എല്ലാവരും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് പോവേണ്. അപ്പോൾ ഫായു ആണെങ്കിൽ തീരെടുത്ത് സ്വീറ്റ് ഡ്രീംസ് എന്ന് പറയുന്നു. തീയും തിരിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് വരുന്ന നോയ് ചോദിക്കുന്നു എന്താ നിങ്ങൾക്ക് സ്വപ്നം കാണാതെ കിടന്നുറങ്ങാൻ പറ്റില്ലേ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ ഇവൻ പറയുന്നതൊന്നും കേൾക്കാതെ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അവൻ്റെ ടെൻറ്റിലേക്ക് പോവേണ്. അപ്പോൾ തീയുടെ പിന്നാലെ തന്നെ നോയ് പോകുന്നുണ്ട്. അത് കണ്ടിട്ട് തീ പറയും നേരത്തെ നാളെ എണീക്കാനുള്ളതാണ്, നീ പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുന്നത്. എന്നിട്ട് തീയാണെങ്കിൽ ടെൻറ്റിനകത്തേക്ക് കയറുകയാണ്. തീയുടെ പിന്നാലെ തന്നെ നോയും ആ ടെൻറ്റിനകത്ത് കയറുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് തീ പറയാണ് എനിക്ക് ഉറങ്ങാനുള്ളതാണ്, നീ ഒന്ന് ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകാൻ. അപ്പോൾ നോയ് പറയുന്നു അതിന് ഞാനും ഇന്ന് ഇവിടെ ആയിരിക്കും കിടക്കുന്നത്, കാരണം ഞാനാണ് ഈ ടെൻറ്റ് ഉണ്ടാക്കിയതെന്ന്. ഇത്രയും പറഞ്ഞിട്ട് നോയ് ആണെങ്കിൽ കിടന്നുറങ്ങാനായിട്ട് പോവുകയാണ്. നോയ് കിടന്നതിന് ശേഷം തീ അവനോട് പറയാണ് ഞാൻ കരുതി നീ ഓമിനൊപ്പം പോകുമെന്ന്. അപ്പോൾ അവൻ പറയുന്നു അവൻ ആ അടുത്തുള്ള ടെമ്പിളിലാണ് ഉറങ്ങാനായിട്ട് പോയത്. പിന്നെ നിനക്കൊരു കാര്യം അറിയാമോ, നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ഥലമില്ലേ ഇത് പണ്ടൊരു സെമിത്തേരി ആയിരുന്നു. പിന്നെ നിനക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങണമെന്നാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്നെന്ന് പറഞ്ഞ് നോയ് എണീക്കുന്നു. അപ്പം നോയ് ഈ ഗോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടിട്ട് തീക്ക് നല്ല പേടിയാകുന്നുണ്ട്. അങ്ങനെ അവൻ പറയുന്നു ഇനിയിപ്പോൾ ഇത്രയും രാത്രിയായില്ലേ, നീ ഒറ്റയ്ക്ക് അങ്ങ് ആ അമ്പലം വരെ പോകണ്ട, നീ ഇവിടെ തന്നെ കിടന്നുറങ്ങിക്കോ എന്ന്. നോയ് ആണെങ്കിൽ കിടന്നതിന് ശേഷം തീയോട് ചോദിക്കുകയാണ് ഞാൻ നിന്നെ ഹഗ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ അത് കേട്ടുടനെ തീ ആണെങ്കിൽ കീറി വിളിച്ച് പറയണ അയ്യോ അങ്ങനെയൊന്നും വേണ്ടെന്ന്. അവൻ പറയുന്നത് കേൾക്കാതെ നോയ് ആണെങ്കിൽ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. തീ ആണെങ്കിൽ വീണ്ടും കീറി വിളിക്കുന്നുണ്ട് അവിടെ കിടന്ന്. അതിനുശേഷം രാവിലെയാണ് കാണിക്കുന്നത്. തീ ആണെങ്കിൽ ഫായിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് നോയ് അവിടേക്ക് വരുന്നുണ്ട്. നോയ്ക്കാണെങ്കിൽ അത് കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ ദേഷ്യം നോയ് തീയോട് പ്രകടിപ്പിക്കുന്നുമുണ്ട്. അപ്പം തീ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും നോയുടെ പുറത്തൊരു ടവൽ കിടക്കുന്നത് കാണുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നു ഇത് നോഹിയുടെ ടവലല്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു അല്ല, ഇങ്ങനത്തെ പാറ്റേണിലുള്ള ടവലൊന്നും അവക്കില്ലെന്ന്. എന്നിട്ട് നോയ് പറയുന്നുണ്ട് ബാത്റൂം ഇപ്പോൾ അവൈലബിൾ ആണ്, നീ പോയി കുളിച്ചോ എന്ന്. എന്നിട്ട് ചോദിക്കുകയാണ് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയി കുളിച്ചാലോ എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് തീ ആണെങ്കിൽ അവിടെ നിന്ന് ഓടുന്നുണ്ട്. അപ്പോൾ നോയ് പറയണ് വേണമെങ്കിൽ നിനക്ക് ഞാൻ തലമുടി കഴുകി തരാമെന്ന്. അപ്പോൾ അവനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ പെട്ടെന്ന് ബാത്റൂമിലേക്ക് കയറി ഓടുന്നു. അതിനുശേഷം ഓരോ ടീമിനും ഓരോ ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. പതിവ് പോലെ തന്നെയാണ് ഒരു ബാസ്ക്കറ്റ് കൊണ്ടുവന്നിട്ട് അതിനകത്ത് നോട്ട്സ് എഴുതിയിട്ടിട്ട് അതിൽ നിന്ന് എടുക്കണം. അപ്പം നോയിയുടെ ടീമിൽ നിന്ന് അതിൽ നിന്ന് ഒരു നോട്ട് എടുക്കാനായിട്ട് പോകുന്നത് ഓമാണ്. ഓം ചെന്ന് എടുക്കുമ്പോഴത്തേക്കും ഇവർക്ക് കിട്ടിയത് കുക്കിംഗ് ആണ്. കുക്കിംഗ് എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരുടെ മുഖത്തും നല്ല നിരാശയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ആ ടീമിൽ നിന്ന് എന്തായാലും കുക്ക് ചെയ്യുന്നത് നോയ് ആയിരിക്കും. അപ്പോൾ അവൻ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ കാര്യം ഓർത്താണ് അവരെല്ലാവരും
മുഖത്തിന് നല്ല നിരാശ കാണുന്നത്. അതിനുശേഷം അവരെല്ലാവരും അവരവർക്ക് കിട്ടിയ വർക്ക് പോയി ചെയ്യാണ്. അപ്പോൾ നോയി അവൻ്റെ ഫ്രണ്ട്സും പോയി ആ സ്ഥലം നോക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാം നല്ല അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ആദ്യം അത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ അവരെല്ലാവരും പറ്റുന്ന വിധത്തിലെല്ലാം അവിടെ ക്ലീൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ തീ അതിനിടയ്ക്ക് വന്ന് നോക്കുകയാണ് ഇവരെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അവർ വർക്കെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് അവന് നല്ല സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് അവൻ ഫായുവിനെ കാണുന്നുണ്ട്. ഫായുവിനെ കണ്ടതുകൊണ്ട് തീ പറയാണ്, ഞാൻ താഴോട്ട് പോയിട്ട് വന്നതാണ്, നോയി എല്ലാ ജോലിയും ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ടെന്ന്. അപ്പോൾ ഫായു ചോദിക്കുന്നു എല്ലാം ഓക്കെ ആണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു ആ എല്ലാം ഓക്കെ ആണെന്ന്. അതിനുശേഷം അവർ ഭക്ഷണം വിളമ്പുന്നതാണ് കാണിക്കുന്നത്. ആദ്യം ഫുഡ് വാങ്ങാനായിട്ട് പോകുന്നത് ടോങ് ആണ്. പക്ഷെ ടോങ് ആണെങ്കിൽ അതിൽ നിന്ന് ഒരു കറി മാത്രം വാങ്ങുന്നില്ല, അത് വാങ്ങാതെയാണ് പോകുന്നത്. അതിനുശേഷം അവിടേക്ക് വരുന്നത് തീയാണ്. തീയെ കണ്ട ഉടനെ നോയി ആണെങ്കിൽ ഒരുപാട് ഫുഡ് അവന് വാരിക്കോരി കൊടുക്കുന്നുണ്ട്. ഒരുപാട് കഴിച്ചാലേ നല്ല സ്ട്രോങ് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ തീനെ അതുപോലെ ഫാച്ചും ടോങ്ങും ഇരുന്ന് കഴിക്കുന്ന സമയത്ത് അവർ ചോദിക്കുകയാണ് നിനക്ക് ആ കറി ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ, പിന്നെ നീ എന്താ വാങ്ങാത്തേന്ന്. അപ്പോൾ ഇവൻ പറയുന്നു എനിക്കത് വേണ്ടെന്ന്. എന്നിട്ട് ഇവരാണെങ്കിൽ ആ ഫുഡ് കഴിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ആ ഫുഡ് അവൻ വാങ്ങാത്തതെന്ന്. മറ്റൊന്നും കൊണ്ടല്ല, ആ ഫുഡ് കഴിക്കാൻ കൊള്ളില്ലെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവനത് വാങ്ങാതിരുന്നത്. അവിടെ തീക്ക് ശേഷം ഫുഡ് വാങ്ങാനായിട്ട് വരുന്നത് ഫായു ആണ്. ഫായുവിനെ കണ്ടുടനെ നോയി ആണെങ്കിൽ അവന് കുറച്ച് ഫുഡ് മാത്രം ആ പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നു. ഫായു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുമുണ്ട്. പിന്നെ നോയി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഫായു അതുപോലെ തീയും പാത്രം തിരിച്ചു വെക്കാനായിട്ട് വരുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന് തീരെടുത്ത് അവൻ ചെന്ന് ചോദിക്കുകയാണ്, അല്ല നിനക്ക് വേറെ ഒരു ഫ്രണ്ട്സും ഇല്ലേ, എപ്പോൾ നോക്കിയാലും നീ എവിടെ ചെന്നാലും ഇവൻ നിൻ്റെ കൂടെ കാണുമല്ലോ എന്ന്. അതൊക്കെ കേട്ടിട്ട് തീ പറയുന്നു ഇത് നിൻ്റെ സീനിയറാണ്, നീ അത് ഓർത്ത് വേണം സംസാരിക്കാനെന്ന്. അത് കേട്ടിട്ട് നോയി പറയുന്നു ഞാൻ നിന്നെ പോലും എൻ്റെ സീനിയറായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്നെ എൻ്റെ ബോയ് ഫ്രണ്ട് ആകാനായിട്ട് പോവേണെന്ന്. ഇത് കേട്ടുകൊണ്ട് വരുന്ന ടീനയുടെ കൈ ഇരിക്കുന്ന പാത്ര സഹിതം തറയെ വീഴുന്നുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഫായു ആണെങ്കിൽ അവനോട് ചോദിക്കുകയാണ്, അല്ല നീ ഇതുവരെയായിട്ട് ഹൈസ്കൂൾ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ, അതുപോലെ നിനക്ക് എത്ര വയസ്സായെന്ന്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നോയ്ക്കാണെങ്കിൽ ദേഷ്യം വന്ന് പെട്ടെന്ന് അവൻ ഫായുവിൻ്റെ ടീഷർട്ട് പിടിച്ച് വലിക്കുകയാണ്. നോയി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് നോയി പറയാണ് നോയി നീ ചുമ്മാതിരിക്കാൻ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫായു ഇവൻ തിരിച്ച് നടക്കുന്നത് കണ്ടിട്ട് പറയാണ് പിന്നെ ഒരു കാര്യം ചെയ്യാം, എന്നാൽ നമുക്ക് ഫ്രണ്ട്ലി മാച്ച് നടത്താം, അതിൽ ആര് ജയിക്കുമെന്ന് നോക്കാമെന്ന്. അപ്പോൾ നോയ് പറയും ആ ശരിയെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കളിക്കാനായിട്ട് പോവുകയാണ്. രണ്ടുപേരും ഫുട്ബോൾ കളിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ രണ്ടുപേരും 2 ഗോളായിട്ട് അടിക്കുന്ന സമയത്ത് അവിടെ മഴ പെയ്യുന്നുണ്ട്. രണ്ടുപേരും അവിടെ നിന്ന് മാറുന്ന ഒരു വിധവും ഇല്ല. അവസാനം അവരെ രണ്ടുപേരെ ഫ്രണ്ട്സാണ് വന്നവരെ പിടിച്ചവിടെ നിന്ന് മാറ്റുന്നത്. പിന്നെ കാണിക്കുമ്പോഴത്തേക്കും തീക്ക് ജലദോഷമാകുന്നുണ്ട്. കാരണം അവ ഒരുപാട് നേരം ഇവർ നിന്നതുപോലെ അവിടെ മഴയത്ത് നിന്നായിരുന്നു. പിന്നെ അവരവിടെ ഇരിക്കുന്ന സമയത്ത് നോയി അവനോട് ചോദിക്കുന്നു നീ എന്തിനാ മഴയത്ത് ഇറങ്ങിയത്, അതല്ലേ വയ്യാതായതെന്ന്. അപ്പോൾ അവൻ പറയുന്നു എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന്. എന്നിട്ട് നോയി ചോദിക്കുന്നു നീ എന്നെപ്പറ്റി ഒരുപാട് ചിന്തിക്കുന്നുണ്ടല്ലേ എന്ന്. അപ്പോൾ അവൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവൻ പറയുന്നു ഞാനാണെങ്കിൽ നിന്നെപ്പറ്റി ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ആരെങ്കിലും നിൻ്റെ അടുത്ത് ഓവറായിട്ട് മിണ്ടുന്നത് പോലെയാണ് തോന്നിക്കഴിഞ്ഞാൽ പൊസസീവ് ആകുന്നത്, മറ്റൊന്നും കൊണ്ടല്ല. അതുപോലെ നീ ഇപ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നും ചോദിക്കുന്നു. അപ്പോൾ തീയാണെങ്കിൽ വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇവനിങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് അവനാണെങ്കിൽ ആദ്യം പറയുന്നു, എന്നിട്ട് പെട്ടെന്ന് പറയുന്നു അയ്യോ അങ്ങനെയൊന്നും അല്ലെന്ന്. അപ്പം നോയി പറയുന്നു എന്തായാലും താങ്ക്സ് സ്ട്രെയിറ്റ് ആയിട്ട് ആൻസർ പറഞ്ഞതിനെന്ന്. തീയാണെങ്കിൽ വീണ്ടും പറയുന്നു അയ്യോ അങ്ങനെയൊന്നും അല്ലെന്ന്. അപ്പം നോയി ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ അടുത്ത് പറയുന്നു നീ റെസ്റ്റ് എടുക്ക്, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. നോയി അവിടെ നിന്ന് തീയുടെ ടെൻറ്റിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നൊരു ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് വന്ന് തീക്ക് കൊടുക്കുന്നുമുണ്ട്. അതിനുശേഷം അവൻ പറയാണ് നീ ഇന്നലത്തെ പോലെ കൂർക്കം വലിച്ച് ഉറങ്ങല്ലേ എന്ന്. അപ്പോൾ അത് കേട്ടിട്ട് അവൻ ചോദിക്കുന്നു ഞാൻ കൂർക്കം വലിക്കാൻ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് തീയുടെ ഫ്രണ്ട്സ് അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. അതിനുശേഷം നോയി പറയാണ് ഞാൻ നിനക്ക് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, നീ എന്തായാലും ചേഞ്ച് ചെയ്യും, വേണമെങ്കിൽ ഞാൻ ചേഞ്ച് ചെയ്ത് തരാമെന്ന്. അപ്പോൾ അവൻ പറയുന്നു അതൊന്നും വേണ്ടെന്ന്. എന്നിട്ട് അവിടെ നിന്ന് നോയി ഇറങ്ങി പോകുന്നുണ്ട്. അടുത്ത സീനിൽ ഫായും കുറച്ച് പിള്ളേരും കൂടി ഒരു സാധനം മുകളിലേക്ക് കയറ്റാനായിട്ട് നോക്കുകയാണ്.
പക്ഷേ അവരെ കൊണ്ട് പറ്റുന്നില്ല, കാരണം അതിന് നല്ല വെയിറ്റ് ഉണ്ട്. ഈ സമയത്ത് നോയി അവൻ്റെ ഫ്രണ്ട്സും വന്ന് അവരെ സഹായിക്കുന്നുണ്ട്. അവരെ ആ സാധനം വെക്കാനായിട്ട് മാത്രമല്ല സഹായിക്കുന്നത്, അതിനുശേഷവും അവരെ സഹായിക്കുന്നുണ്ട് പറ്റുന്ന വിധത്തിലെല്ലാം. അതിനുശേഷം അവർ മുകളിൽ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് തീ വരുന്നുണ്ട്. തീയെ കണ്ടിട്ട് നോയി അവനടുത്തേക്ക് ചെന്നിട്ട് അവന് ഫീവർ ഉണ്ടാകുന്ന നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നിനക്ക് ഫീവർ ഒന്നും ഇല്ലെന്ന്. അപ്പോൾ തീ പറയുന്നു, അതല്ലേ നേരത്തെ ഞാൻ പറഞ്ഞത്, എനിക്കൊരു കുഴപ്പവും ഇല്ലെന്ന്. ആ സീൻ ഇവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ക്യാമ്പ് ഫയർ ആണ്. ക്യാമ്പ് ഫയറിൻ്റെ സമയത്ത് അവരെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ ഒരു ഹായ് എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.